റെസിപ്പിയാണ് കാണിക്കുന്നത്. ബീഫ് വെച്ചിട്ടുള്ളൊരു കിഴി പൊറോട്ടയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോളം ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലോട് കൂടിയ ബീഫ്. നമുക്ക് ആദ്യം അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നാടൻ ബീഫ് കറിയിലൊക്കെ ചെയ്ത പോലെ തന്നെ അതേ മെത്തേഡ് തന്നെയാണ് ഇപ്പോൾ ബീഫ് വേവിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇടുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ. ഇതെല്ലാം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇവിടെ നല്ലോണം മൂത്ത് നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ പൊടികൾ മൂപ്പിച്ചെടുക്കുമ്പോഴേ എപ്പോഴും ചെറിയ തീയിലിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ നമുക്ക് മൊത്തത്തിൽ വേണ്ട പൊടികളുടെ എല്ലാം ഒരു പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ വെന്തതിന് ശേഷം നമ്മളൊന്ന് വഴറ്റുമല്ലോ സവോളയൊക്കെ ഇട്ടിട്ട്, ആ സമയത്ത് നമുക്ക് ബാക്കി പൊടികളും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ എടുത്ത് വെച്ചിരുന്ന ബീഫിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത നമ്മുടെ മസാലപ്പൊടികളെല്ലാം, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് വിനീഗർ, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ലോണം ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ബീഫിന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. പിന്നെ ബീഫിൻ്റെ വേവ് ഇപ്പോൾ എനിക്കിവിടെ കിട്ടുന്ന ബീഫിന് ഒരുപാട് വേവില്ല, ഒരു 2-3 വിസിലിൽ വേവും. അപ്പോൾ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് അത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടായിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഈ നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാനൊരു മീഡിയം സൈസിലുള്ള 3 സബോളയാണ് എടുത്തേക്കുന്നത്. ഒരുപാട് സബോളയായി പോകണ്ട, നമുക്ക് കറിക്ക് മധുരം വരും. അതുകൊണ്ട് ഈ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സബോള നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഗ്രേവി വേണം. നമുക്ക് കിഴി പൊറോട്ട കിട്ടുമ്പോൾ പൊറോട്ടയുടെ കൂടെ ബീഫിൻ്റെ ആ ഒരു ഗ്രേവിയും കൂടെ വേണമല്ലോ, അതുകൊണ്ടാണ് ഇത്രയും സബോള എടുത്തേക്കുന്നത്. നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. സബോള ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ സബോള നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം, എന്നാലാണ് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഏകദേശം ആയ പോരെ നല്ലോണം ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കും. സബോള ഒന്ന് വഴണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഞാൻ അരച്ച് വേവിച്ചപ്പോൾ കുറച്ചൊരു മീഡിയം സൈസ് കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയ കഷ്ണം എടുത്തേക്കുന്നത്. പിന്നെ വെളുത്തുള്ളി ചതച്ചത് ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇറച്ചിക്കറികളൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിടുന്നതാണ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അരിഞ്ഞിടുന്നതിലും നല്ലത് ചതച്ച് തന്നെ ഇടുന്നതാണ്. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണവും മാറി സവോള ഒന്നും കൂടി ഒന്ന് വഴണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ബീഫ് നന്നായിട്ട് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് അങ്ങോട്ട് ഞാൻ മാറ്റി. നമ്മുടെ സവോളയെല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കും. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, മല്ലിപ്പൊടി കുറച്ചിട്ടാൽ മതി. നമ്മൾ വേവിച്ചപ്പോൾ പൊടികളെല്ലാം കുറേശ്ശെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവനുസരിച്ച് ബാക്കി പൊടികളും ഇനി ഇട്ട് കൊടുത്താൽ മതി. ഗരം മസാല, പിന്നെ കുരുമുളക്. നല്ലോണം പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. അതുപോലെ മല്ലിപ്പൊടി ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം കേട്ടോ. യാതൊരു നിർബന്ധവും ഇല്ല മല്ലിപ്പൊടി ഇടണമെന്നുള്ളൂ. ഇപ്പോൾ ഞാനിന്നൊരു പൊറോട്ടയുടെ കൂടെയുള്ളൊരു കറി ആയതുകൊണ്ട് മാത്രം കുറച്ച് മല്ലിപ്പൊടി ഇട്ടതാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ ബീഫ് ചാറോട് കൂടെ തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ സമയത്ത് കറക്റ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ഗ്രേവി ഫുള്ളായിട്ട് നമ്മളങ്ങ് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കും. നമ്മുടെ ബീഫ് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇത്തിരി ഗ്രേവിയുടെ കുറവ് പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നമ്മൾ ബീഫ് വേവിച്ച കുക്കറിൽ തന്നെ കുറച്ച് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഗ്രേവി നമുക്ക് ആവശ്യമാണ് ഈ കിഴി പൊറോട്ടയൊക്കെ ചെയ്യുമ്പോൾ. ഒരുപാട് ഡ്രൈ ആയി പോകരുത്. ഇനി ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചെറിയ തീയിൽ ഇത് കുറച്ച് നേരം ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമ്മുടെ ബീഫ് കറി റെഡിയാവും. നിങ്ങൾ ഈ സമയത്ത് നോക്കുക. കുറച്ചും കൂടെ നമുക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. കുരുമുളകൊക്കെ ചേർത്തുകൊണ്ട് അത്യാവശ്യം എരിവുള്ളൊരു കറി തന്നെയാണ്. നിങ്ങളുടെ സ്പൈസ് ലെവലിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം.
അപ്പോൾ നമ്മുടെ ബീഫ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കറിവേപ്പിലയും കുറച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് കറി നന്നായിട്ട് ഒന്ന് ആയി വന്നിട്ടുണ്ട്. നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക, ഈ സമയത്ത് കറക്റ്റ് ആക്കുക. പിന്നെ അത്യാവശ്യം എരിവുള്ളൊരു ബീഫ് കറിയാണത്. നമ്മൾ കുരുമുളക് പൊടി ഒക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഓരോരുത്തരുടെയും അളവനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തുക. നമ്മുടെ ബീഫ് കറി റെഡിയാണ്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെ പൊറോട്ടയിൽ വെച്ചിട്ട് കിഴി കെട്ടുന്നതെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇനി കിഴി കെട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാനൊരു വലിയ വാഴയില ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ടൊരു ചെറിയ കഷ്ണം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിയിലത്തെ പൊട്ടിപ്പോയാലും നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയ പീസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് രണ്ടും വാട്ടിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കിഴി കെട്ടുമ്പോൾ വാഴയിൽ പൊട്ടിപ്പോവും. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പൊറോട്ട വാങ്ങിയ പൊറോട്ടയാട്ടോ ഉപയോഗിക്കുന്നത്. ഇതുപോലെ പൊറോട്ട ഒരെണ്ണം വെച്ച് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് നമ്മുടെ ബീഫ് കറി നമ്മൾ നേരത്തെ ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിവിടെ കുറച്ച് സബോളയും അതുപോലെ പച്ചമുളകും കൂടെ കുറച്ച് ഉപ്പും വിനീഗറും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് അടുത്തൊരു പൊറോട്ടയും കൂടെ വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബീഫ് കറി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട്. അപ്പോൾ ഈ ബീഫ് കറിയും പൊറോട്ടയൊക്കെ നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ വെക്കുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മൾ പൊറോട്ട വാങ്ങിച്ചാണെങ്കിൽ ഒന്ന് ജസ്റ്റ് നമ്മുടെ പാനിലൊക്കെ ഇട്ട് ഒന്ന് ചൂടാക്കിയിട്ട് വെക്കുവാണെങ്കിൽ നന്നായി നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയായിട്ട് കിട്ടും. നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് സബോള, കറിവേപ്പില ഇത്രയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പൊറോട്ട ഇങ്ങനെ ലെയറായിട്ട് വെച്ച് ബീഫും അതിൻ്റെ മുകളിൽ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കിഴി കെട്ടിയെടുക്കാം. ഇതുപോലെ എല്ലാം കൂടി എടുത്ത് ഓരോ സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ പിടിച്ച് നമുക്കിങ്ങനെ കെട്ടിയെടുക്കാം. ഇതുപോലെ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ട്, അപ്പോൾ ഈ വാഴയില വാട്ടുമ്പോൾ നന്നായിട്ട് വാട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ, കാരണം അത് പൊട്ടിപ്പോവും. നമുക്കിതുപോലെ ഒരു വള്ളി വെച്ചിട്ട് അങ്ങോട്ട് കെട്ടി ഉറപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ വാഴയുടെ കട്ടിയുള്ള ഭാഗം എടുത്തിട്ട് അത് വെച്ച് തന്നെയാണ് കെട്ടിയേക്കുന്നത്. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് വാഴനാര് വെച്ചിട്ട് കെട്ടാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാ എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ കിഴി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് നമ്മുടെ ഒരു പാനിലോ അല്ലെങ്കിൽ കാസ്റ്റ് അയണിൻ്റെ ഒരു പാനിലോ വെച്ചിട്ട് നമുക്ക് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് അതാണ്. നമുക്കിനി അതൊന്ന് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഒരു കാസ്റ്റ് അയണിൻ്റെ ഒരു പാനാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത്. നല്ല കട്ടിയുള്ളത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഒന്ന് വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഈ കിഴി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആവി കയറ്റിയിടും. അപ്പോൾ നമ്മുടെ പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ വാഴയില കരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്, കാരണം നമ്മുടെ ഈ ദോശക്കല്ലൊന്ന് ചൂടായി കിട്ടാനായിട്ട്. ഇനി നമ്മൾ ഈ കിഴി വെച്ചതിന് ശേഷം നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. അപ്പോൾ ഞാനിത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ തീയിൽ കിടന്നിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്തെടുക്കുന്ന പോലെ വളരെ ഏറ്റവും ചെറിയ തീയിൽ ഇട്ടിട്ട് ഇത് ചെറുതായിട്ട് സ്ലോലി ഇത് ആവിയേറി വരണം. അപ്പോഴാണ് നല്ല കറക്റ്റ് നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. പെട്ടെന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ മുകളിലേക്കൊന്നും ആ ചൂട് വരുത്തുമില്ല. അപ്പോൾ ഞാനിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കുകയാണ്. ഇത് നമ്മൾ പാനിലേക്ക് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാനായിട്ട്, അതായത് ഇതുപോലെ ഒരു നല്ല കുഴിയുള്ളൊരു പാത്രം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇത് അപ്പോൾ നന്നായിട്ട് ആവി കയറിക്കോളും പെട്ടെന്ന് തന്നെ, അധികം ആവി പുറത്തേക്ക് പോകാതെ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആവി കയറാൻ നല്ലതാണ്. അപ്പോൾ നമ്മുടെ കിഴി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 എണ്ണം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം. നല്ലോണം ആവി കയറി ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ പാനിൽ വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറിയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇനി എങ്ങനെയാണെന്നുള്ളത്. കണ്ടോ, അപ്പോൾ നമ്മുടെ കിഴി പൊറോട്ട നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ലെയറായിട്ട് ഇട്ട് കൊടുത്തതൊക്കെ കണ്ടോ നന്നായിട്ട് ആവി കയറി നല്ലോണം ആവി വറുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. പൊറോട്ട ഉണ്ടാക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ റെഡിമെയ്ഡ് പൊറോട്ട വാങ്ങിക്കുമായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ അയയ്ക്കുക.
അപ്പോൾ നമുക്ക് പുതിയ ഡിഷസുമായിട്ട് വീണ്ടും കാണാം.